ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് കൊറിയോളിസ് ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഈ ഫ്രെയിമുകൾ രണ്ട് റെഫറൻസ് ഫ്രെയിമുകൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഫ്രെയിമിനെയും മറ്റൊരു ഫ്രെയിമിനെയും കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ട് വേണം നമുക്ക് ഈ നമ്മളുടെ കൊറിയോളിസ് ഫോഴ്സും അതുപോലെ തന്നെ നമ്മളുടെ ഈ പറയുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ബേസിക് ആയിട്ടൊരു ഐഡിയ പറയാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ രണ്ട് ഫ്രെയിമുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. എസ് എന്ന് പറയുന്നൊരു ഫ്രെയിം ഉണ്ട്. സപ്പോസ് ഇതാണ് നമ്മളുടെ എസ് എന്ന് പറയുന്നൊരു ഫ്രെയിം വിച്ച് ഈസ് അറ്റ് റെസ്റ്റ്. അത് റെസ്റ്റിലാണെന്ന് കരുതാം. ദെൻ നമ്മൾ അടുത്ത് മറ്റൊരു ഫ്രെയിം ഉണ്ട്, എസ് പ്രൈം എന്ന് പറയുന്ന ഒരു ഫ്രെയിം ഉണ്ടെന്ന് കരുതാം. എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിം ഉണ്ട് വിച്ച് ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് ആൻ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ആംഗുലാർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യാണ് എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിം എന്ന് കരുതാം. സോ ഇയാൾ ഒബ്വിയസ്ലി എന്തായിരിക്കും, ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആയിരിക്കുമല്ലോ. നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആണ്. അപ്പോൾ നമ്മളുടെ കയ്യിൽ രണ്ട് ഫ്രെയിമുകളുണ്ട്. ഒരാൾ റെസ്റ്റിലാണ്, മറ്റൊരാൾ ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിം ആണ്, അല്ലെങ്കിൽ ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആണ്. ഇനി അടുത്ത കാര്യം, ഈ ഒന്നാമത്തെ ഫ്രെയിമിൽ ഒരു എം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് കരുതാം. ഒന്നാമത്തെ ഫ്രെയിമിൽ. സോ ഈ ഒന്നാമത്തെ ഫ്രെയിമിൻ്റെ അതിലേക്കുള്ള പൊസിഷൻ വെക്ടറിനെ ഞാൻ ആർ എന്ന് വിളിച്ചു. ആർ എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ടു മാസ് എം ഫ്രം എസ് ഫ്രെയിമിൽ നിന്നുള്ള എം മാസിലേക്കുള്ള ആ പൊസിഷൻ വെക്ടറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾ നിന്നിട്ട് ഈ ഒരു വസ്തുവിനെ ഒബ്സർവ് ചെയ്യാണ്. എന്താ സംഭവിക്കുക, ഇയാൾ റെസ്റ്റിലാണ്, ഈ ഫ്രെയിമിനും മോഷനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ വസ്തു അവിടെ നിൽക്കുന്നതായിട്ട് അയാൾക്ക് കാണാൻ പറ്റും. മീൻസ് അവിടെ റെസ്റ്റിൽ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ക്ലിയർ ആണേ? ഇനി ഇതേ വസ്തുവിനെ ഇവിടെ നിന്ന് ഒരാൾ ഒബ്സർവ് ചെയ്യാന്ന് കരുതാം. ഓക്കെ, ഇവിടെ നിന്ന് ഒരാൾ ഒബ്സർവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്രെയിമിന്റെ പ്രശ്നം എന്താ, ഇയാൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇയാൾ റൊട്ടേറ്റിംഗ് ഫ്രെയിമാണ്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇയാൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ ഫ്രെയിം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ആ ഫ്രെയിമിലുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഒരാൾക്ക് പുറമേയുള്ള ഒരാളെ എന്തായിട്ടാണ് കാണാൻ പറ്റുക, റൊട്ടേഷനിൽ തന്നെയല്ലേ കാണാൻ പറ്റുക. ഇപ്പം നമ്മൾ ബസ്സിൽ പോവാണ്, നമ്മൾ ബസ്സിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സൈഡിലുള്ള മരങ്ങളൊക്കെ ബാക്കിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ആക്ച്വലി മരങ്ങൾ പോകുന്നുണ്ടോ? ഇല്ല, മരങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ്, നമ്മളാണ് പോകുന്നത് അല്ലേ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാൾ പോകുന്നതായിട്ടാണ്, ബാക്കിലേക്ക് നമ്മൾ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്നതായിട്ടാണ് കാണാൻ പറ്റുക. അപ്പോൾ അതേപോലെ തന്നെ ഇയാൾ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കില്ലേ ഇയാൾ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് ഇയാൾക്ക് ഫീൽ ചെയ്യുക, ഈ മാസ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങടേക്കുള്ള ഒരു ദൂരം എന്ന് പറയുന്നത് ഞാൻ ആർ പ്രൈം ആയിട്ട്, പൊസിഷൻ വെക്ടറിനെ ആർ പ്രൈം ആയിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ഇയാളുടെ പിന്നെ വെലോസിറ്റി എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, വെലോസിറ്റി വി ഈക്വൽ ടു ആംഗുലാർ വെലോസിറ്റിനെയും വെലോസിറ്റിയും കണക്ട് ചെയ്യുന്ന എങ്ങനെയാണ് നമുക്കറിയാം, വി ഈക്വൽ ടു ആർ ഒമേഗ എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലേ. വി ഈക്വൽ ടു ആർ പ്രൈം ക്രോസ് ഒമേഗ എന്ന് പറയാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ ഇയാളുടെ വെലോസിറ്റി എന്ന് പറയുന്നത് വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഇയാൾ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ, കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ രണ്ട് ഫ്രെയിമുകളും കമ്പൈൻ ചെയ്യിപ്പിച്ചു എന്ന് കരുതുക. ഓക്കെ, ഈ രണ്ട് ഫ്രെയിമുകളും ഒരുമിച്ച്, ഇപ്പോൾ ഒരു ഫ്രെയിം ഇതാ എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിം ഇതാണ്, ഇത്രയും ഈ ബ്ലൂ കളർ കാണിക്കുന്നത് എസ് പ്രൈം എന്ന് പറയുന്നത്, എസ് ആണ് ബ്ലൂവിൽ, എസ് പ്രൈം ആണ് ഇങ്ങനെ കാണിക്കുന്നത്. ദെൻ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ എം എന്ന് പറയുന്ന ആൾ ഇവിടെയാണ്. ഓക്കെ, എം എന്ന് പറയുന്ന ആൾ ഇവിടെയാണ്. അപ്പോൾ ഇയാളുടെ പ്രത്യേകത എന്താ, ഈ ആർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, ആർ പ്രൈമിന് ഈക്വൽ ആയിരിക്കില്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, വി ഈക്വൽ ടു ആർ ക്രോസ് ഒമേഗ എന്ന് വേണമെങ്കിൽ എഴുതാവുന്നതാണ്. വി ഈക്വൽ ടു ആർ ക്രോസ് ഒമേഗ എന്ന് എഴുതാൻ പറ്റും. കൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഇനി ഇതേ ആള് ഈ മാസ് മൂവ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം, വിത്ത് എ വെലോസിറ്റി വി വെലോസിറ്റിയിൽ മാസ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൺസെപ്റ്റ് ഓക്കെ ആണ്, വി ഈക്വൽ ടു ആർ ഒമേഗ എടുത്തത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി വീണ്ടും നമ്മളുടെ പഴയ കൺസെപ്റ്റിലേക്ക് തന്നെ, ഇതിലേക്ക് തന്നെ പോവുക. ഈ വെലോസിറ്റി, ഇപ്പോൾ ഇയാൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അയാൾ റൊട്ടേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ മാസ് ഒരു വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ടെന്ന് കരുതാം. വി വെലോസിറ്റിയിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ കൺസിഡറേഷൻ, എന്താണ്, നമുക്ക് രണ്ട് ഫ്രെയിമുകൾ ഉണ്ട്. രണ്ട് ഫ്രെയിമിൽ ഒന്നാമത്തെ ഫ്രെയിമിൽ റെസ്റ്റിലാണ്, രണ്ടാമത്തെ ഫ്രെയിം റൊട്ടേറ്റിംഗ് ആണ്. ആ റൊട്ടേറ്റിംഗ് ഫ്രെയിമിലുള്ള ഒരാൾ ഒരു വസ്തു എം മാസുള്ള ഒരു ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യാണ്. ആ മാസിന്റെ പ്രത്യേകത എന്താ, അത് വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുത്തെ വെലോസിറ്റി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും നോക്കിയേ. വി ഈക്വൽ ടു എന്തെന്ന് പറയാൻ പറ്റും, വി ഈക്വൽ ടു ഒമേഗ
മീൻസ് ആർ ക്രോസ് ഒമേഗ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഓക്കെ, അങ്ങനെ ആവുമ്പോൾ അവിടുത്തെ വെലോസിറ്റിയെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നോക്കി, വി പ്രൈം ഈക്വൽ ടു ഒരു കാര്യം കൂടി, ഈ വെലോസിറ്റി എന്ന് പറയുന്നത് നോക്കിയേ, ഈ വെലോസിറ്റി നമ്മൾ ആദ്യം പറഞ്ഞ വെലോസിറ്റിയാണ്, ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞ വെലോസിറ്റിയാണ്. അപ്പോൾ ഇയാൾ മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ വരിക. അപ്പോൾ ഈ വെലോസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് ആർ ക്രോസ് ഒമേഗ എന്ന് എഴുതാൻ പറ്റും കേട്ടോ. ആദ്യത്തെ കേസിൽ ആ ഒരു സൈൻ കൺസിഡറേഷൻ കൂടി അവിടെ ഉണ്ട്, മൈനസ് ആർ ക്രോസ് ഒമേഗയാണ്. ഇനി ഇപ്പോഴത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ പിന്നെ രണ്ടാമത്തെ ഫ്രെയിം മൂവ് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നതോടൊപ്പം തന്നെ മാസ് മൂവ് ചെയ്യുന്നുണ്ട്, മാസ് വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വി പ്രൈം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, വി പ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ആർ ക്രോസ് ഒമേഗ പ്ലസ് വി എന്ന് പറയാലോ, അല്ലേ. വി വെലോസിറ്റിയിൽ ഇയാൾ മൂവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ മൈനസ് ആർ ക്രോസ് ഒമേഗ അവിടെ ഉണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും, വി ഈക്വൽ ടു വി പ്രൈം പ്ലസ് ആർ ക്രോസ് ഒമേഗ എന്ന് എനിക്ക് എഴുതാൻ പറ്റും, വി പ്രൈം പ്ലസ് ആർ ക്രോസ് ഒമേഗ എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ് കൺസെപ്റ്റ്. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ പിന്നെ എം മാസുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അത് വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിമിൽ വെച്ചാണ്. സോ അങ്ങനെ അയാൾ റെസ്റ്റിലായിരുന്നെങ്കിൽ, അതായത് ആ മാസ് റെസ്റ്റിലായിരുന്നെങ്കിൽ ഇതാ ഈ ഒരു വെലോസിറ്റി മാത്രമേ ഉണ്ടാവുകയുണ്ടായിരുന്നുള്ളൂ. ബട്ട് അവിടുത്തെ സൈൻ എന്താ വരുന്നത്, കാരണം ഇയാൾ ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇയാളുടെ റൊട്ടേഷൻ നമുക്ക് ഫീൽ ചെയ്യുക, അപ്പോൾ ഒരു മൈനസ് സൈൻ അവിടെ ഉണ്ടാകും. അങ്ങനെയാണ് നമ്മൾ വി ഈക്വൽ ടു മൈനസ് ആർ ക്രോസ് ഒമേഗ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ കേസ് എന്താണ്, നമ്മളുടെ സെയിം കാര്യം തന്നെ, പക്ഷെ എന്തുകൂടി ഉണ്ട്, ഈ എം മാസുള്ള വസ്തു വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് വി പ്രൈം എന്ന് പറയുന്ന ഫ്രെയിം അല്ലെങ്കിൽ എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിമിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ വെലോസിറ്റി വി പ്രൈം ആണ്. ആ വി പ്രൈമിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, വി പ്രൈം ഈക്വൽ ടു മൈനസ് ആർ ക്രോസ് ഒമേഗ, റെസ്റ്റിലുള്ളപ്പോൾ ആളുടെ, അതായത് നോർമലി അതിന്റെ വെലോസിറ്റി പ്ലസ് എന്തുണ്ട്, വി വെലോസിറ്റിയിലാണ് അത് മൂവ് ചെയ്യുന്നത്, ആ വെലോസിറ്റിയുടെ അവിടെ നമുക്ക് എഴുതേണ്ടതായിട്ട് വരും. സോ വി ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, വി പ്ലസ് ആർ ക്രോസ് ഒമേഗ എന്ന് എഴുതാൻ പറ്റും. ഈ ഒരു സാധനം ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കിനി വരുമ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാനുണ്ട്. വി ഈക്വൽ ടു വി പ്രൈം പ്ലസ് ആർ ക്രോസ് ഒമേഗ എന്നുള്ള വാല്യൂ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെൻട്രിഫ്യൂഗൽ ഫോഴ്സും കൊറിയോളിസ് ഫോഴ്സും എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യണം. അപ്പോൾ നോക്കാം, ബോത്ത് കൊറിയോളിസ് ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് ആർ fictitious forces. They are fictitious forces, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇനേർഷ്യൽ അല്ലെങ്കിൽ സ്യൂഡോ ഫോഴ്സസ് എന്ന് പറയും. That arise when analyzing motion in a rotating reference frame. ഒരു റൊട്ടേറ്റിംഗ് റെഫറൻസ് ഫ്രെയിമിൽ നമ്മൾ പിന്നെ ആ ഫ്രെയിമിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റും, ചില ഫിക്റ്റീഷ്യസ് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും, അല്ലെങ്കിൽ സ്യൂഡോ ഫോഴ്സുകൾ, ഇനേർഷ്യൽ ഫോഴ്സുകൾ എന്നൊക്കെ നമ്മൾ അതിനെ പറയും. അത്തരത്തിലുള്ള ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സോ ആ ഫോഴ്സുകളെയാണ് നമ്മൾ അത്തരത്തിലുള്ള രണ്ട് ഫിക്റ്റീഷ്യസ് ഫോഴ്സുകളാണ് ആരെന്ന് പറയുന്നത്, കൊറിയോളിസും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കൺസെപ്റ്റ് നമ്മൾ ആ പറഞ്ഞ വാല്യൂ അവിടെ ഓർമ്മയിൽ ഉണ്ടാവണം, കാരണം നമ്മൾ ഇനി ഡിറൈവ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞതാണ് കേട്ടോ. സോ ബോത്ത് ആർ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ദാറ്റ് അറൈസസ് വെൻ അനലൈസിങ് മോഷൻ ഇൻ എ റൊട്ടേറ്റിംഗ് റെഫറൻസ് ഫ്രെയിം. ഒരു റൊട്ടേറ്റിംഗ് റെഫറൻസ് ഫ്രെയിമിനെ വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ആ റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫിക്റ്റീഷ്യസ് ഫോഴ്സുകളാണ് ആരെന്ന് പറയുന്നത്, കൊറിയോളിസും അതുപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ദേ ഹെൽപ്പ് എക്സ്പ്ലെയിൻ ഫിനോമിന സച്ച് ആസ് വിൻഡ് പാറ്റേൺസ്, ഓഷ്യൻ കറന്റ്സ് ആൻഡ് ദി അപ്പാരന്റ് ഡിഫ്ലക്ഷൻ ഓഫ് മൂവിംഗ് ബോഡീസ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നോക്കി, എക്സാമ്പിൾ ലൈക്ക് എർത്ത് നമ്മളിവിടെ പറയുന്നുണ്ട്, അതായത് റൊട്ടേറ്റിംഗ് ഫ്രെയിമുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സുകളെ കുറിച്ചാണ്, ഫിക്റ്റീഷ്യസ് ഫോഴ്സുകളെ കുറിച്ചാണ് നമ്മൾ കൊറിയോളിസ് ഫോഴ്സും അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ദേ ഹെൽപ്പ് എക്സ്പ്ലെയിൻ ഫിനോമിന സച്ച് ആസ് വിൻഡ് പാറ്റേൺ, ഓഷ്യൻ കറന്റ്സ് ആൻഡ് ദി അപ്പാരന്റ് ഡിഫ്ലക്ഷൻ ഓഫ് മൂവിംഗ് ബോഡീസ്. ഇപ്പോൾ ചില ഒബ്ജക്റ്റുകൾ നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആ ഒരു പാത്തിൽ നേരെ വന്ന് പതിക്കണം എന്നൊന്നുമില്ല, ഹൈറ്റ്, അപ്പോൾ ചെറിയൊരു പാത്ത് ഡിഫറൻസ് ഒക്കെ അതിന് വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന പാത്ത് ഡിഫറൻസും കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ്, ഈ പറയുന്ന അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന പിന്നെ സ്യൂഡോ ഫോഴ്സുകൾ കാരണമാണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം, വിൻഡ് പാറ്റേൺ, ഭൂമിയിലുള്ള ഈ കാറ്റിന്റെ ഒരു പാറ്റേൺ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഓഷ്യൻ കറന്റ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അപ്പാരന്റ് ഡിഫ്ലക്ഷൻ ഓഫ് മൂവിംഗ് ബോഡീസ്, മൂവിംഗ് ഒബ്ജക്റ്റുകളുടെ അപ്പാരന്റ്, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഡിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ അതിന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഈ പറയുന്ന നമ്മളുടെ
പിന്നെ കൊറിയോളിസും അതുപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പോലുള്ള സ്യൂഡോ ഫോഴ്സുകളെ വെച്ചിട്ടാണ് നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന വെക്ടർ ഓപ്പറേഷൻ ആണ്. നോക്കിയേ, ഇപ്പൊ നമ്മൾ ഇവിടെയും നമ്മൾ നേരത്തെ സ്പേസ് കോർഡിനേറ്റ് സിസ്റ്റവും അതുപോലെ തന്നെ ബോഡി കോർഡിനേറ്റ് സിസ്റ്റം ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ രീതിയിൽ ഇപ്പൊ നമ്മളുടെ ഇക്വേഷൻ നമ്മൾ എന്താ എഴുതിയിട്ടുണ്ടായിരുന്നത് നേരത്തെ? ഇവിടെ നമ്മളൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, എന്താ? വി ഈക്വൽ ടു വി പ്രൈം പ്ലസ് എന്താ എഴുതിയത്? ഒമേഗ ക്രോസ് ആർ എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ. വി ഈക്വൽ ടു വി പ്രൈം പ്ലസ് ഒമേഗ ഇൻറ്റു അല്ലെങ്കിൽ ഒമേഗ ക്രോസ് ആർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കിയേ, ഈ വി എന്ന് പറയുന്ന ആൾ എന്താണ്? വെലോസിറ്റി അല്ലേ. അതിന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡി ആർ ബൈ ഡി ടി എന്ന് എഴുതിക്കൂടെ? ഡി ആർ ബൈ ഡി ടി എന്ന് എഴുതാം. ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഡി ആർ ഡാഷ് ഡിവൈഡ് ബൈ ഡി ടി പ്ലസ് ഒമേഗ ക്രോസ് ആർ എന്ന് എനിക്ക് എഴുതാൻ പറ്റും. അപ്പോ ഇതിനകത്ത് ഈ ആറ് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എന്താ നോക്കിയേ? ഡി ബൈ ഡി ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി പ്ലസ് ഒമേഗ അല്ലെ. ഡി ബൈ ഡി ടി ഇൻറ്റു സം quantity equal to d by dt of some quantity plus omega into that quantity. അതാണല്ലോ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതൊരു ഓപ്പറേറ്റർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഒരു ഓപ്പറേറ്റർ ആയിട്ട് എടുക്കാൻ പറ്റും. സോ വി ഹാവ് ഇമ്പോർട്ടൻറ്റ് ഓപ്പറേറ്റർ റിലേഷൻ ഫോർ വെക്ടേഴ്സ് ബിറ്റ്വീൻ ടു ഫ്രെയിംസ് where body fixed system is rotating with a constant angular velocity omega with respect to space fixed coordinate system. So d by dt of space coordinate system equal to d by dt of body coordinate system plus omega cross some quantity, some physical quantity. Okay, അപ്പൊ അങ്ങനെ എഴുതാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആർ എന്ന് പറയുന്ന പൊസിഷൻ വെക്ടറിനെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡി ആർ ബൈ ഡി ടി ഓഫ് എസ് കോർഡിനേറ്റ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി ഓഫ് എസ് പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് ആർ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മളുടെ ഓപ്പറേറ്റർ. മീൻസ് ഇതിനകത്ത് ഈ ആറ് അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഓപ്പറേറ്റർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് എഴുതിയ ഡി ബൈ ഡി ടി ഓഫ് എസ് പ്രൈം, അതായത് എസ് പ്രൈമിലുള്ള ഒരു വേരിയബിളിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡി ബൈ ഡി ടി ഓഫ് എസ് പ്രൈം പ്ലസ് ഒമേഗ ഇൻറ്റു സം ക്വാണ്ടിറ്റി എന്ന രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് എസ് പ്രൈം, സോറി എസ് എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് എസ് പ്രൈം പ്ലസ് ഒമേഗ ഇൻറ്റു ദാറ്റ് ക്വാണ്ടിറ്റി. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെയൊക്കെ നമ്മൾ ആൻഡ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ എനി വെക്ടർ, ഏത് വെക്ടറിനും സ്യൂട്ടബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു വി എന്ന് പറയുന്ന, നമ്മളുടെ വി എന്ന് പറയുന്ന ആളാണ്? വെലോസിറ്റി ആണ്. ആ വെലോസിറ്റിനെ ഞാൻ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്താ വരുന്നത്? ഡി ബൈ ഡി ടി ഓഫ് വി. ഓക്കെ, എവിടെയാണ്? എസ് എന്ന് പറയുന്ന ഫ്രെയിമിലാണ് അല്ലെ. ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വി ഓഫ് എസ് പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് വി എന്ന് എനിക്ക് എഴുതാൻ പറ്റും. നമ്മളുടെ ഓപ്പറേഷനിൽ എന്ത് ചെയ്യാണ്? ആറിനെ മാറ്റി നമ്മൾ വി എന്ന് പറയുന്ന ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചു വി ഈക്വൽ ടു എന്താണ്? വി പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് ആർ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. വി ഈക്വൽ ടു വി പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് ആർ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിയേ, ഡി വി ബൈ ഡി ടി ഓഫ് എസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ്, ഇവിടെ എന്താണ്? വി അല്ലേ ഉള്ളത്. ആ വിക്ക് പകരം ഞാൻ എന്ത് ചെയ്യാണ്? കാരണം എസ് പ്രൈമിലെ ആളല്ലേ. അപ്പൊ നമ്മൾ എന്താ? എസ് പ്രൈമിലുള്ള വി പ്രൈം എന്ന് പറയുന്ന വെലോസിറ്റി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് വി പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് ആർ പ്ലസ് ഒമേഗ ക്രോസ്, ദെൻ ഇവിടെ എന്ത് എഴുതാൻ പറ്റും? വി അല്ലേ നമുക്കുള്ളത്. ആ വിക്ക് പകരം എന്ത് ചെയ്യാം? വി പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് ആർ. അപ്പൊ വി പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് ആർ എന്ന് നമ്മൾ എഴുതി. ക്ലിയർ അല്ലേ? ഒന്നുമില്ല, ഇവിടെ വി പ്രൈം ആണ് വരുന്നത്, അല്ലെങ്കിൽ വി എന്ന് പറയുന്ന ടേം ആണ് വരുന്നത് എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിമിലെയാണ്. അപ്പൊ നമ്മൾ ആ വിക്ക് വി പ്രൈമിന്റെ ടേമിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു എന്ന് മാത്രം. ഇവിടെ നമ്മളുടെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താണ്? ആരിലാണ് ആക്ട് ചെയ്യപ്പെടുന്നത്? വി എന്ന് പറയുന്ന ഫംഗ്ഷനിലാണ് നമ്മളുടെ ഓപ്പറേറ്റർ ആക്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ ആ വിക്ക് പകരം വി പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് ആർ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യാണ്? നമ്മൾ അതിനെ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. അപ്പൊ നോക്കിയേ, ഡി ബൈ ഡി ടി, ഡി വി ബൈ ഡി ടി, വെലോസിറ്റി ബൈ ടൈം, ആക്ച്വലി എന്താണ്? ആക്സലറേഷൻ ആണല്ലോ. സോ അവിടെ നമുക്ക് എന്ത് എഴുതാം? ആക്സലറേഷൻ ഇൻ എസ് പ്രൈം അല്ലെ, എസ് പ്രൈമിലെ ആക്സലറേഷൻ. ദെൻ ഇവിടെ എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് എന്താ വരിക? ഡി വി ഡാഷ് ബൈ ഡി ടി അല്ലെ. അതെന്താണ്? എസ് പ്രൈം ഫ്രെയിമിലെ ആക്സലറേഷൻ. അതിന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ എസ് ഡാഷ് എന്ന് എനിക്ക് എഴുതാൻ പറ്റും. എ എസ് ഡാഷ്. ദെൻ അടുത്ത എന്താ? ഇതിന് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെയാ നോക്കിയേ, ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ക്രോസ് ആർ അല്ലേ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ആ രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടാൻ നോക്കിയേ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഡി ഒമേഗ ബൈ ഡി ടി ഇൻറ്റു ആർ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒമേഗ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി പ്ലസ് അടുത്ത ടേം എന്താ നോക്കിയേ? ഇവിടെ എന്താ വരുന്നത്? ഒമേഗ ഇൻറ്റു വി ഡാഷ് അല്ലെ. ഒമേഗ ഇൻറ്റു വി ഡാഷ്. സോ ഒമേഗ ഇൻറ്റു വി ഡാഷ് എന്ന് കിട്ടി. പ്ലസ് പ്ലസ്
പ്ലസ് ഒമേഗ ഇൻറ്റു അല്ലെങ്കിൽ ഒമേഗ ക്രോസ് ആർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. ഒമേഗ ക്രോസ് ആർ എന്ന് നമ്മൾ എഴുതി. ക്ലിയർ ആണേ. ദെൻ അങ്ങനെയാണെങ്കിൽ ഇയാളെ ഞാൻ എന്താ മാറ്റി എഴുത് AS ഈക്വൽ ടു, അതായത് എസ് ഫ്രെയിമിലെ ആക്സലറേഷൻ എന്ന് പറയുന്നത് എസ് ഡാഷ് ഫ്രെയിമിലെ ആക്സലറേഷൻ പ്ലസ് ഡി ഒമേഗ ബൈ ഡി ടി പിന്നെ എന്ത് കിട്ടും ഇൻറ്റു ആർ എന്ന് കിട്ടും അല്ലെ. ഡി ഒമേഗ ബൈ ഡി ടി എന്താ കിട്ടുക, ഡി ഒമേഗ ബൈ ഡി ടി ഒമേഗ കോൺസ്റ്റന്റ് ആണ്. സോ ഇയാൾ 0 ആയിപ്പോയി, ഈ ടേം 0 ആയിപ്പോയി. ദെൻ ഒമേഗ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി എന്താ കിട്ടുക, വി അല്ലേ കിട്ടുക. ഇത് ഏത് ഫ്രെയിമിലെ കേസാണ്, എസ് പ്രൈമിലെ കേസാണ്. അപ്പോൾ ഡി വി ഡാഷ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എന്ത് കിട്ടി, ഒമേഗ ക്രോസ് വി ഡാഷ് എന്ന് കിട്ടി. ഇവിടെ ആരുണ്ട്, ഒമേഗ ഇൻറ്റു വി ഡാഷ് ഉണ്ട് അല്ലെ. ഒമേഗ ഇൻറ്റു വി ഡാഷ് എന്ത് കിട്ടും, 2 ഒമേഗ ഇൻറ്റു വി ഡാഷ് എന്ന് നമുക്ക് കിട്ടും. പ്ലസ് എന്തുണ്ട്, ഒമേഗ ഇൻറ്റു ഒമേഗ ക്രോസ് ആർ എന്ന് കിട്ടി. ഒമേഗ ഇൻറ്റു ഒമേഗ ക്രോസ് ആർ. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഈ എസ് ഫ്രെയിമിലെ ആക്സലറേഷൻ എന്ന് പറയുന്നത് എസ് ഡാഷ് ഫ്രെയിമിലെ ആക്സലറേഷൻ പ്ലസ് സം ക്വാണ്ടിറ്റി ആണ് അല്ലെ. അങ്ങനല്ലേ നമുക്ക് എഴുതാൻ പറ്റുക. ഇതിൽ നിന്ന് അതല്ലേ മീൻ ചെയ്യുന്നത്. ഓക്കെ, എസ് എന്ന് പറയുന്ന എസ് ഫ്രെയിമിലെ ആക്സലറേഷൻ ആണ്. അത് എന്ന് പറയുന്നത് എസ് ഡാഷ് എന്ന് പറയുന്ന ഫ്രെയിമിലെ ആക്സലറേഷന്റെ കൂടെ ഇതാ ഇവിടെ ഒരു ടേം പ്ലസ് ഇവിടെ ഒരു ടേം, 2 ടേമുകൾ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ഇനി ഈ ടേമിൽ നമ്മൾ എന്ത് ചെയ്യാണ്, മാസ് വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, MAS മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്താണ്, ഫോഴ്സ് അല്ലേ, ഫോഴ്സ് ആണ്. അപ്പൊ ത്രൂ ഔട്ട് മാസ് വെച്ച് അങ്ങ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്താ വരിക, MAS ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും, MAS ഡാഷ് പ്ലസ് 2M ഇൻറ്റു ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് M ഒമേഗ ക്രോസ് ആർ എന്ന് പറയാലോ. അതിലെന്തെങ്കിലും തർക്കമുണ്ടോ, ഇല്ല. ജസ്റ്റ് M വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. ഈ MAS എന്ന് പറയുന്നത് എന്താണ്, എസ് ഫ്രെയിമിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആണ്. എസ് ഫ്രെയിമിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇതെന്താണ്, എസ് എന്ന് എഴുതിയേ, എസ് ഡാഷ് ഫ്രെയിമില് അല്ലെങ്കിൽ എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിമിലെ ഫോഴ്സ് പ്ലസ് 2M ഒമേഗ ക്രോസ് വി പ്ലസ് M ഒമേഗ ക്രോസ് ആർ എന്ന് പറയാം അല്ലെ. അതായത് എസ് എന്ന് പറയുന്ന ഫ്രെയിമിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിമിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് പ്ലസ് സം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സം വാല്യൂ എന്നാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത് ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാ അത് അവിടെ എഴുതിയത്. സോ MAS ഡാഷ് ഈക്വൽ ടു അല്ലെങ്കിൽ MAS ഡാഷ് നേരെ തിരിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതിന് ഞാൻ ഇങ്ങനെ എഴുതി, MAS ഡാഷ് ഈക്വൽ ടു എന്തെന്ന് പറയാം, MAS മൈനസ് 2M ഒമേഗ ക്രോസ് വി പ്രൈം പ്ലസ് M ഒമേഗ ക്രോസ് ആർ എന്ന് ഞാൻ എഴുതി. അതായത് എസ് ഡാഷ് എന്ന് പറയുന്ന ഫ്രെയിമിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇനീഷ്യലി അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഫ്രെയിം ഉണ്ടല്ലോ അതിലെ ഫോഴ്സ് മൈനസ് സം ക്വാണ്ടിറ്റി, ഇവിടെ മൈനസ് ആട്ടോ വരിക, മൈനസ് അല്ല ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്. ഓക്കെ, ഇത് MAS അല്ലേ, ഇവിടെ പ്ലസ് ആണ് ഇവിടെ മൈനസ് ആണ്. ഇത് നേരെ തിരിച്ചെഴുതി. അപ്പോൾ MAS ഡാഷ് ഈക്വൽ ടു MAS മൈനസ് 2M ഒമേഗ ക്രോസ് വി പ്രൈം മൈനസ് M ഒമേഗ ക്രോസ് ആർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നോക്കിയേ, FB അതായത് ബോഡി കോർഡിനേറ്റ് സിസ്റ്റം അല്ലെ ബോഡി റെഫറൻസ് സിസ്റ്റം എന്ന് പറയുന്നത് സ്പേസ് റെഫറൻസ് സിസ്റ്റം മൈനസ് 2M ഒമേഗ ക്രോസ് വി പ്രൈം മൈനസ് M ഒമേഗ ക്രോസ് ആർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ഇതിനെ നമുക്ക് എന്ത് എഴുതാം, അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. വെൻ ദ ഫോഴ്സ് ഈസ് മെഷേർഡ് ഫ്രം ദ ബോഡി സെന്റേർഡ് ഫ്രെയിം വി ക്യാൻ ഒബ്സർവ് 2 ഫോഴ്സസ് അഡീഷണൽ ടു ആക്ച്വൽ ഫോഴ്സസ്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ബോഡി ഫ്രെയിമിൽ നിന്നാണ് അല്ലെ. when the force is measured from the body centered ഫ്രെയിമിൽ നിന്ന് നമ്മൾ ഈ നമ്മളുടെ ഫോഴ്സിനെ, അതായത് എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ വസ്തുവിന്റെ ഫോഴ്സിനെ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് എന്താണ്, സ്പേസ് സെന്റേർഡ് അല്ലെങ്കിൽ ആ വസ്തുവിന്റെ അവിടെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഫ്രെയിമിലെ എസ് എന്ന് പറയുന്ന ഫ്രെയിമിലുള്ള ഫോഴ്സിന്റെ ഒപ്പം തന്നെ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 2 ആളുകൾ ആഡ് ഓൺ ചെയ്ത് വരുന്നുണ്ട്. ആ 2 ഫോഴ്സിലെ ഒന്നാമത്തെ ഫോഴ്സിനെ -2M ഒമേഗ ക്രോസ് വി പ്രൈം എന്ന് പറയുന്ന ഫോഴ്സിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, കൊറിയോളിസ് ഫോഴ്സ് എന്നും. സെക്കൻഡ് മണ്ണ് -M ഒമേഗ ക്രോസ് ആറിന് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നുമാണ് നമ്മൾ പറയുന്നത്. സോ സെൻട്രിഫ്യൂഗൽ ആൻഡ് കൊറിയോളിസ് ഫോഴ്സസ് ആർ നോട്ട് ഡ്യൂ ടു ഫിസിക്കൽ ഇന്ററാക്ഷൻ, ഹെൻസ് ദേ ആർ നോൺ ഇനർഷ്യൽ ഓർ ഫിക്ടീഷ്യസ് ഫോഴ്സസ്. എന്താണ്, ഈ 2 ആളുകളും ഫിസിക്കൽ ഇന്ററാക്ഷൻ വഴി ഉണ്ടാവുന്ന ഫോഴ്സ് അല്ല. അതായത് അവർ തമ്മിൽ പരസ്പരം കൊളൈഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫ്രിക്ഷനോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോഴുള്ള ഫോഴ്സ് അല്ല എന്തെന്ന് പറയുന്നത് കൊറിയോളിസ് ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും എന്ന് പറയുന്നത്.
അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് ഫോഴ്സുകളെ എന്ത് ഫോഴ്സ് എന്നാണ് പറയുന്നത്? ഫിക്ടീഷ്യസ് അല്ലെങ്കിൽ നോൺ ഇനേർഷ്യൽ ഫോഴ്സുകൾ എന്നാണ് നമ്മൾ ജനറലി ഇവരെ വിളിക്കാറുള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക. ദേ ആർ നോൺ ഇനേർഷ്യൽ ഓർ ഫിക്ടീഷ്യസ് ഫോഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണേ. സോ അങ്ങനെയാണെങ്കിൽ നോക്കിയേ, കോറിയോളിസ് ഫോഴ്സ്, ഈ രണ്ടാളുകളുടെ ഡെഫിനിഷൻ വിത്ത് ദിസ് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസെപ്റ്റുകളൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷനും അടുത്ത ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കോറിയോളിസ് ഫോഴ്സസ് ആർ pseudo force acting on a body moving in a rotating frame causing deflection of its path. അതായത് കൊറിയോളിസ് ഫോഴ്സിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ പാത്തിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിഫ്ലക്ഷൻ ഓഫ് പാത്തിന്റെ കേസ് നമ്മൾ പറഞ്ഞു. കൊറിയോളിസ് ഫോഴ്സിന് നമ്മൾ ഈ രണ്ട് ഫോഴ്സുകളുടെയും ഒരു ഇമ്പാക്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ കൊറിയോളിസ് ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന ഇമ്പാക്ട് ആണ് എന്തെന്ന് പറയുന്നത്? പാത്തിലുള്ള ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് വൺ മോർ തിങ് ഈസ് ദർ, ഇറ്റ് ഈസ് എ സ്യൂഡോ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി മൂവിങ് ഇൻ എ റൊട്ടേറ്റിംഗ് ഫ്രെയിം. റെസ്റ്റിലുള്ള ആൾക്ക് എന്ത് ആക്ട് ചെയ്യില്ല? ഈ പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യില്ല. മൂവിങ് ഇൻ എ റൊട്ടേറ്റിംഗ് ഫ്രെയിം, റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ മൂവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചാണ് കൊറിയോളിസ് ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നത്. സോ അതിന്റെ ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, perpendicular to both velocity and axis of rotation. and value ഓർത്തിരിക്കുക, -2m ഒമേഗ ക്രോസ് വി പ്രൈം എന്നുള്ളതാണ് കൊറിയോളിസ് ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതേപോലെ നമ്മളുടെ അതിൻ്റെ ഒരു എഫക്ട് നിങ്ങൾ നോക്കിയാൽ, എർത്തിലാണെങ്കിൽ ഇപ്പോൾ റിവേഴ്സ് ഓഷ്യൻ കറണ്ട്സ് എക്സ്പീരിയൻസസ് കൊറിയോളിസ് ഫോഴ്സസ്. അത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡിഫ്ലക്ഷൻ ടു ദ റൈറ്റ് ആണ്, സദേൺ ഹെമിസ്ഫിയറിൽ ഡിഫ്ലക്ഷൻ ടു ദ ലെഫ്റ്റ് ആണ്. അതിൻ്റെ ഒരു സൈഡ് ഓറിയന്റേഷൻ കൂടി ഒന്ന് ഓർത്തിരിക്കുക. ആൻഡ് ഇവിടെ നോക്കിയാൽ പെർപെൻഡിക്കുലർ ടു ബോത്ത് വെലോസിറ്റി ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആക്സിസ് ഓഫ് റൊട്ടേഷനും അതുപോലെ തന്നെ വെലോസിറ്റിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും അതിന്റെ ആക്ച്വൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ആരുടെ? കൊറിയോളിസ് ഫോഴ്സിന്റെ. ഇപ്പോൾ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രേഡ് വിൻഡ്, സൈക്ലോൺസ് ഒക്കെ കൊറിയോളിസ് ഫോഴ്സിന്റെ എഫക്റ്റ് ആണ്. ഡിഫ്ലക്ഷൻ ഇൻ ഓഫ് ലോങ് റേഞ്ച് മിസൈൽസ്, ദെൻ ഓഷ്യൻ കറണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ലോങ് റേഞ്ച് പോകുന്ന മിസൈൽ കറക്റ്റ് പാത്തിൽ പതിക്കണം എന്നില്ല. അപ്പോൾ അതിൻ്റെ ചെറിയ ഡീവിയേഷൻസ് ഒക്കെ ഉണ്ടാവാം. അങ്ങനെ ഡീവിയേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? കൊറിയോളിസ് ഫോഴ്സിന്റെ അഫക്ഷൻ ആണ്, അല്ലെങ്കിൽ കൊറിയോളിസ് ഫോഴ്സ് അതിനകത്ത് എഫക്ട് ചെയ്യുന്നത് കൊണ്ടാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തെ ആളാരാണ്? നമ്മുടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. അതിന്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ സ്യൂഡോ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി മൂവിങ് ഇൻ എ റൊട്ടേറ്റിംഗ് ഫ്രെയിം directed outward from the axis of rotation. എന്താണ് ഇവിടെ? എന്താണ് നമ്മളുടെ വെലോസിറ്റിയുടെ ടേം ഒന്നും ഇല്ല. നേരത്തെ നമ്മൾ കണ്ടു 2m ഒമേഗ ഇൻറ്റു ഒമേഗ ക്രോസ് വി എന്നാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലേ? അവിടെ എന്താ? വെലോസിറ്റി മൂവിങ് ആയിരിക്കണം. ഇവിടെ അങ്ങനെ മൂവിങ് നിർബന്ധമില്ല. സോ എന്താണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈക്വൽ ടു -m ഒമേഗ ക്രോസ് ആർ എന്നാണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. രണ്ടാളുകളുടെയും ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സും കൊറിയോളിസ് ഫോഴ്സും. ദെൻ ഡയറക്ഷൻ എന്താണ്? റേഡിയലി ഔട്ട്വേർഡ് ആണ്, പെർപെൻഡിക്കുലർ ടു ആക്സിസ് ഓഫ് റൊട്ടേഷൻ. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ ഓൾ ഒബ്ജക്ട്സ് ഓൺ എർത്ത് ബിക്കോസ് എന്താണ്? ഇറ്റ് ഈസ് എ സ്യൂഡോ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ബോഡി മൂവിങ് ഇൻ എ റൊട്ടേറ്റിംഗ് ഫ്രെയിം directed outward from the axis of rotation എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ എക്സാമ്പിൾസ് നോക്കിയാൽ, വാട്ടർ റൈസിങ് അറ്റ് ദ സൈഡ് ഓഫ് റൊട്ടേറ്റിംഗ് ബക്കറ്റ്. നിങ്ങൾ ഈ ബക്കറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സൈഡിൽ ഇങ്ങനെ വാട്ടർ ഇങ്ങനെ മുകളിലോട്ട് നിൽക്കുന്ന കാണാം, സെൻട്രൽ ഇങ്ങനെ കുഴിഞ്ഞിട്ട് സൈഡിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന കാണാം. അതെന്താണ്? ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണമാണ്. ഫ്ലാറ്റനിങ് ഓഫ് എർത്ത് അറ്റ് പോൾസ് ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് ദ പ്ലെയിൻ ഓഫ് ഓസിലേഷൻ ഓഫ് ദി ഫൂക്കോൾട്ട് പെൻഡുലം എന്ന് പറയുന്ന ഒരാളുടെ. സോ അതിന്റെ റീസണും എന്താണ്? ഈ പറയുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. ആൻഡ് ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സിനെ ബാലൻസ് ചെയ്യുന്നത്. അങ്ങനെ ബാലൻസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കൊരു സർക്കുലാർ മോഷൻ കിട്ടുന്നത്. വസ്തുക്കൾക്ക് സർക്കുലാർ മോഷൻ കിട്ടാൻ കാരണം എന്താ? അവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സിനെ ആര് ബാലൻസ് ചെയ്യും? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ബാലൻസ് ചെയ്യും. അപ്പോൾ രണ്ടും ബാലൻസ് ചെയ്യുന്നതുകൊണ്ട് അതിങ്ങനെ പ്രോപ്പർ ആയിട്ടൊരു സർക്കുലാർ പാത്തിൽ അത് എന്ത് ചെയ്യും? ഓറിയന്റേഷൻ പോസിബിൾ ആണ്. ഇൻ കേസ് എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ഫോഴ്സ് കൂടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുകൊണ്ട് തെറിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത് ബാലൻസ് ചെയ്ത് പോവുക, സെൻട്രിപെറ്റൽ ഫോഴ്സിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മളുടെ ഒരു ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സും കൊറിയോളിസ് ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും. ഈ രണ്ട് കേസിൽ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ പറയുന്ന അതിന്റെ ഇക്വേഷനുകൾ തന്നെയാണ്. കൊറിയോളിസ് ഫോഴ്സിന്റെ ഇക്വേഷൻ -2m ഒമേഗ ക്രോസ് വി ആണ്, വി പ്രൈം ആണ്. ഇയാളുടെ എന്താണ്? സെൻട്രിഫ്യൂഗലിന്റെ -m ഒമേഗ ക്രോസ് ആർ എന്ന് പറയുന്നതാണ് നമ്മളുടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ട് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്